കേരളത്തിൽ രണ്ട് രാഷ്ട്രീയ യാത്രകൾ നടക്കുന്നുണ്ട്. ഒന്ന് വികസന മുന്നേറ്റ യാത്രയാണ്. അതായത് 3 സോണുകളായി തിരിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ വികസിപ്പിച്ച കേരളത്തിന്റെ സകല വികസനങ്ങളെയും ആളുകളിലേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു യാത്ര നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും ബംഗാളികളെ കൊണ്ട് ഈ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് എം വി ഗോവിന്ദ മാഷ് വന്നിരുന്ന പത്രസമ്മേളനത്തിൽ പറയാണ്, അവരൊക്കെ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് CPM അല്ലെങ്കിൽ LDF ജാഥ വന്നത്. അത് കണ്ടിട്ട് ഇങ്ങനെ ആവേശഭരിതരായ അവർ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചതാണ്. അപ്പോൾ അതിൽ തെറ്റ് വന്നപ്പോൾ ഇവിടുത്തെ സഖാക്കന്മാർ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തതാണ്. തൊഴിലാളികൾ അപ്പോൾ ഇറങ്ങിയതാണ്, സെറ്റ് ചെയ്തതല്ല. പക്ഷേ ഈ തൊഴിലാളികൾ ഹിന്ദിയിൽ ഫ്ലെക്സ് ബോർഡൊക്കെ അന്നേരം ഓടിപ്പോയി അടിച്ചുകൊണ്ട് വന്ന ടെക്നോളജിയൊക്കെ കേരളത്തിൽ ഇത്രയും വലിയ വികസനം ഉണ്ടെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. മറ്റൊന്ന് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയാണ്. പുതുയുഗ യാത്ര എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു പുതുയുഗം പിറക്കുമെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് മൊത്തം കോരിവാരി കൊടുത്തുകൊണ്ട് UDF സർക്കാർ ചേർത്ത് പിടിച്ചുകൊണ്ട് 10 വർഷക്കാലം കൊണ്ട് വികസനത്തിൽ കേരളത്തെ പിന്നോട്ടടിച്ച് ഇടതുപക്ഷത്തെ തുരത്തിക്കൊണ്ട് 100 മുതൽ 110 സീറ്റുകളുമായി UDF അധികാരത്തിൽ വരുമെന്ന വിശ്വാസത്തോടു കൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ഒരു പൊതുവെ യാത്ര. ഈ രണ്ട് യാത്രകളുടെ ഒരു അന്ത്യം എന്തായിരിക്കും? ആര് നേടും, ആര് വീഴും? രോഹിതേ, ഇതിനകത്ത് ഈ ബഹുമാനപ്പെട്ട ഗോവിന്ദന്റെ യാത്രയെ നിങ്ങൾ മാറ്റി നിർത്തിക്കോളൂ. ഗോവിന്ദൻ മാഷ് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷിന്റെ യാത്രയെ നിങ്ങൾ മാറ്റി നിർത്തിക്കോളൂ. പിന്നെ നിങ്ങൾ ഹിന്ദി അറിയാവുന്ന സഖാക്കളെ കൊണ്ട് നിങ്ങൾ ചെയ്തതിനെ കുറിച്ചൊക്കെ ഇപ്പം പല ചാനലുകളൊക്കെ വാർത്തയൊക്കെ അടിച്ചു. പക്ഷെ അത് ഈ പറയുന്ന പോലെ അവരെല്ലാം ബംഗാളിലൊക്കെ സഖാക്കളായിരുന്നവർ തന്നെയാണ്. അതെ, അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഒക്കെ ഇവിടെ പൊറോട്ട അടിക്കുക. അത് ആയിക്കോട്ടെ, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ പുതുയുഗ യാത്ര എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇതുവരെ ഇവിടെ കേരളം ഭരിച്ചില്ല എന്നൊന്നും ഇവിടെ ആരും അങ്ങനെ കണ്ണുടച്ചൊന്നും വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഇവിടെ ഭരിച്ചതൊക്കെയാ. കോൺഗ്രസ് UDF ഒക്കെ ഇവിടെ ഭരിച്ചതാ. അതൊന്നും ജനം മറന്നിട്ടൊന്നുമില്ല. അപ്പൊ പുതുയുഗം എന്ന് പറയുമ്പോൾ ഒരു യുഗം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വാക്കിൽ മാത്രം തീരുന്നതല്ല. ശരി, ഒരു ചലഞ്ച്. 5 വർഷക്കാലം ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഞാൻ എണ്ണി അങ്ങോട്ട് പറയാം. 10 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തിരിച്ച് ചേട്ടൻ പറയണം. എനിക്ക് വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയെന്നോ അദ്ദേഹത്തിന്റെ ഭരണം ഭയങ്കര മികച്ചതായിരുന്നോ എന്നൊന്നും എനിക്കങ്ങനെ അങ്ങനെ തർപ്പിച്ചൊരു അഭിപ്രായം ഞാൻ പറയുന്നത്. 15 വർഷങ്ങൾ കാര്യം ഞാൻ ഈ നാട്ടിലെ ഒരു ജനമാണ്. ഞാൻ കണ്ണുടച്ച് ഒരിക്കലും എനിക്ക് പ്രായം 35 കഴിഞ്ഞു, 36ലേക്ക് അടുക്കാണ്. 20ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് 1 വർഷക്കാലം കൊച്ചിയിലുണ്ടായിരുന്നു. അന്ന് കൊച്ചിയിൽ ഞങ്ങളൊരു സ്കൂട്ടറിലൊക്കെ ഇറങ്ങി യാത്ര ചെയ്യുന്ന സമയത്ത് ഇടുങ്ങിയ റോഡുകളുടെ വികസനത്തിന്റെ ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾക്ക് വാഹനങ്ങളൊന്നുമില്ല. ഇന്ന് ദൈവം സഹായിച്ച് ഇവിടെ പോകാൻ കാറും സ്കൂട്ടറും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ദൈവം സഹായിച്ച് നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന കടവന്ത്രയിൽ നിന്ന് ആലുവയിലേക്ക് എനിക്ക് പെട്ടെന്ന് വരണമെന്ന് തോന്നിയാൽ കാർ മാർഗത്തിലാണെങ്കിൽ ഒരു 45 മിനിറ്റ് എടുക്കും. അതേസമയം ഞാൻ കടവന്ത്രയിലേക്ക് ചെല്ലുന്നു, അവിടെ ഒരു 60 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ആലുവയിൽ ഇറങ്ങാൻ എനിക്ക് 30 മിനിറ്റ് മതി. കാരണം എന്താ അറിയൂ? കൊച്ചിയുടെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച ഒരു വലിയ പ്രൊജക്ട് കൊച്ചിൻ മെട്രോ കൊണ്ടുവന്ന ആരാ? ആശയമാവിഷ്കാരം ആരാ? ഉമ്മൻചാണ്ടി സർക്കാർ. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. ആര് കൊണ്ടുവന്നതാ? ആരുടെയായിരുന്നു ആശയം? ആവിഷ്കാരത്തിന്റെ അവസാന ഘട്ടം ഏറ്റുപിടിച്ചു പിണറായി വിജയൻ. ആവിഷ്കാരം, ആശയം ഉമ്മൻചാണ്ടി സർക്കാർ. ഇന്ന് സിയാലിന്റെ 3ാം ഘട്ട പദ്ധതികളുടെ ഉദ്ഘാടനം ഈ പറയപ്പെടുന്ന പിണറായി വിജയൻ അവിടെ നടത്തുന്നുണ്ട്. കൊച്ചിൻ എയർപോർട്ട് ആര് കൊണ്ടുവന്നതാണ്? കെ കരുണാകരന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. റിപ്പോർട്ടർ TVക്ക് എഴുതി വിറ്റൊരു സ്റ്റേഡിയം കിടപ്പുണ്ട് കല്ലൂര്. ആര് കൊണ്ടുവന്ന? കെ കരുണാകരൻ പണ്ട് ഫുട്ബോൾ കളി കാണാൻ ചെന്നപ്പോൾ കൊച്ചിയിലെ ആരാധകരുടെ റിപ്പോർട്ടർ TVക്ക് എഴുതിയൊന്നും വിറ്റിട്ടൊന്നുമില്ല. അതൊക്കെ തിരിച്ചു വാങ്ങിച്ചിട്ട് ശരി ആയിക്കോട്ടെ. അവിടെ പൊളിഞ്ഞ് കിടപ്പുണ്ട്. ചേട്ടനോടൊന്ന് വരണം, നമുക്ക് ചായ കുടിക്കാൻ പോകാം. അവിടെ നല്ല ഇഡലി കിട്ടുന്ന കടയിലുണ്ട്, ഇഡലി കഫേ എന്ന് പറയുന്നത്. ഞാൻ കൊണ്ടുവന്നൊരു ഇഡലിയൊക്കെ മേടിച്ച് തരാം. കുറേ കാര്യങ്ങൾ എനിക്കവിടെ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ആ പറയപ്പെടുന്ന കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ ആവേശം മഹാരാജാസ് ക്യാമ്പസിൽ കണ്ട മാച്ച് ഉദ്ഘാടനം ചെയ്യാവുന്ന കെ കരുണാകരൻ അവിടെ വെച്ച് പറഞ്ഞു, ഇത്രയും വലിയൊരു ക്രൗഡ് കൊച്ചിയിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ ഒരു സ്റ്റേഡിയം ഉയരും. പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റിക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ പക്കലുള്ള കലൂരിലെ സ്ഥലം ഏറ്റെടുത്ത് നോർത്ത് പാലോ അദ്ദേഹത്തിന്റെ ഒരൊറ്റ ദൃഢനിശ്ചയത്തിൽ ഉയർന്നതാണ് ഈ പറയപ്പെടുന്ന കലൂര് നമ്മൾ കാണുന്ന ഇന്റർനാഷണൽ. കണ്ണൂർ എയർപോർട്ട് ഒരു ചെറിയ ഫ്ലൈറ്റ് ഇറക്കി, ചെറിയൊരു ഫ്ലൈറ്റ് ഇറക്കിയിട്ട് ഈ പറയപ്പെടുന്ന ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. അന്ന് ഇവർ കളിയാക്കി, അയ്യോ കൊണ്ടുവന്നൊരു കുഞ്ഞു സാധനം. ആടാ കുഞ്ഞിതൊക്കെ കുഞ്ഞത് ആരുടെ ആശയമാ? കണ്ണൂരിൽ നിന്നുള്ള സഖാക്കന്മാർ ഒരുപാട് തവണ ഇവിടെ മുഖ്യമന്ത്രിമാരായല്ലോ. ഉണ്ടാക്കാൻ പറ്റിയായിരുന്നോ? പറ്റിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് 5 വർഷക്കാലങ്ങളെ ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലങ്ങളെ പിണറായി വിജയന്റെ 10 വർഷക്കാലവുമായി കൂട്ടിച്ചേർക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ വർഷത്തെ 50ആയി കൂട്ടേണ്ടി വരും. അപ്പോൾ ഒരു പുതുയുഗം പിറപ്പിക്കാൻ
ഉണ്ടാക്കാൻ UDF-ന് സാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് അങ്ങനെ ഒരു പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ വിനോദ്, ഞാൻ ഒന്ന് ചെറുതായിട്ട് പറയാം. അതായത് ഈ പറയുന്ന വികസനങ്ങളൊക്കെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ബഹുമാനപ്പെട്ട കെ കരുണാകരൻ്റെ കാലത്തും ചെയ്തിട്ടുള്ളത് ശരിയാണ്. സാധാരണ പറയാറുള്ളത് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ വരട്ട് തത്വവാദികൾ ഇവിടെ ഒരു വികസനവും ചെയ്യില്ല എന്നാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നാഷണൽ ഹൈവേ കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് എന്നുണ്ടെങ്കിലും ഇവിടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സ്ഥലമെടുക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതൊന്നും ഒരു കാര്യമില്ലേ? ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നതിൻ്റെ കാരണവും നിങ്ങൾക്കറിയാം. ഇപ്പം അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ടതെന്ന് പറയണമെന്ന് ഫയലിൽ എഴുതി വന്നിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം നമുക്ക് ഇപ്പോൾ രോഹിത് സംസാരിക്കുമ്പോൾ രോഹിത് ഈ പറയുന്ന മറ്റു നേട്ടങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർ ഇതുവരെ, ഇത് ആദ്യത്തെ ഒരു ടേം അവർ ഭരിച്ചു, ഈ കോവിഡും നിപ്പയും കാര്യങ്ങളും ഒക്കെ വന്നു. അത് ആ ഒരു അത്രയും വലിയ ഒരു വിപത്തിനെ ഓവർകം ചെയ്ത് വരാം. അവരുടെ ഭാഗത്തൊക്കെ തെറ്റ് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഇതിനെ മെഴുകി വരാനൊന്നും അല്ല ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ അങ്ങനെ പൂർണ്ണമായിട്ട് പറയുമ്പോൾ എന്തെങ്കിലും തിരിച്ചു പറയേണ്ടതുണ്ട്. ഇവിടെ ഒരു ധാർമ്മികതയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ സ്ഥലമെടുക്കൽ, ഈ റോഡിൻ്റെ വികസനം, ഇപ്പം എനിക്ക് സ്ഥലമുണ്ട്, റോഡ് സൈഡിൽ സ്ഥലമുണ്ട്, എൻ്റെ അച്ഛനായിട്ട് എനിക്ക് തന്ന സ്ഥലമാണ്, എനിക്ക് വിട്ടുതരാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരുപാട് എതിർപ്പുകൾ ഉള്ളിടത്താണ് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ഇപ്പം ഒരുപാട് ആക്ഷേപങ്ങളും അവസരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ 800 രൂപ, എനിക്കറിയില്ല ഈ വാർദ്ധക്യകാല പെൻഷൻ എത്രയാണ് മുൻപ് കിട്ടിയിരുന്നത്, എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്നാലും വോട്ട് കിട്ടാൻ വേണ്ടിയാണെങ്കിലും 2000 രൂപ വരെ അദ്ദേഹം ആക്കിയിട്ടുണ്ട്. പിന്നെ നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാര്യം 10 കൊല്ലം ഈ കോവിഡ് നിപ്പയൊക്കെ വന്നിട്ട് ആ ആരോഗ്യമന്ത്രി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. CPM എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിയാണ്. കേഡർ പാർട്ടിയിൽ അച്ചടക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ, ഇപ്പോഴല്ല, ഇപ്പോഴത്തെ പാർട്ടിയല്ല, ഇപ്പോഴത്തെ പിണറായിയുടെ CPM-നെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ടൈമിൽ അങ്ങനെ ഒരു ഈ പറയുന്ന ആ വലിയ വിപത്തിനെ അവർ മാനേജ് ചെയ്തു. അതിന് നമ്മൾ ഒരിക്കലും മൂടി വെക്കാൻ പാടില്ല. ശൈലജ ചെയ്തതിന് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് KK ശൈലജ എന്ന അവരുടെ ആരോഗ്യമന്ത്രിയെ ഓവർകം ചെയ്ത് അദ്ദേഹം കയറി ഇടപെട്ട് ചെയ്തു, ശരിയാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെയൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തങ്ങൾക്ക് വീണ്ടും വോട്ട് ചോദിച്ച് ഇറങ്ങാൻ പറ്റില്ല എന്നുണ്ടോ? ചേട്ടാ, നമ്മൾ ജീവിക്കുന്നത് 2026-ലാണ്. ആണ്, മനസ്സിലായി. ജെൻസി കുട്ടികളുടെ കാലഘട്ടം. ജെൻസി കുട്ടികളൊക്കെ തന്നെയാണ്. ഞാൻ പറയട്ടെ, ചിന്താഗതികളും ജീവിത രീതികളും ഒക്കെ മാറി മറിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന, ഞാൻ കൃത്യമായിട്ട് പറയാം, ഞാൻ ചേട്ടൻ പറഞ്ഞ ഓരോ പോയിന്റിലേക്ക് വരാം. ഈ മുരട്ട് തത്വവാദം പറയുന്ന എന്തെങ്കിലുമൊക്കെ വരട്ട് തത്വവാദം, ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. വരട്ട് ചേർന്ന ഭാഷ എന്ന് പറയും. വരട്ട് തത്വവാദം പറയുന്ന, എന്തെങ്കിലുമൊക്കെ ചെറിയുന്ന, ചെങ്കുടി കണ്ടാൽ കുത്തുന്ന ആ കാലഘട്ടം കഴിഞ്ഞ ചേട്ടാ. ഇവിടെ പണി അറിയാവുന്ന ആമ്പിള്ളാര് UDF-ലാവട്ടെ, NDA-ലാവട്ടെ, എല്ലാ പാർട്ടിയിലും ഉണ്ട്, LDF-ലും ഉണ്ട്, ഇല്ലെന്നല്ല. ഒരു പ്രായമായ മാറി കൊടുക്കണം. അവിടെ നല്ല നേതാക്കന്മാർ വേറെ ഉണ്ട്, അവർക്ക് അവസരം കൊടുക്കണം, അവരെ വെച്ചുകൊണ്ടിരിക്കണം. ഇനി ചേട്ടൻ പറഞ്ഞ നാഷണൽ ഹൈവേയുടെ വിഷയത്തിലേക്ക് വരാം. ഈ MK മുനീർ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ, പൊതുമരാമത്ത് ഭരിച്ചിരുന്ന മന്ത്രി. അന്ന് അദ്ദേഹം ഒരു എക്സ്പ്രസ് ഹൈവേയുടെ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ ആശീർവാദത്തോടു കൂടി കൊണ്ടുവന്നു. ഇപ്പൊ ചേട്ടൻ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞില്ലേ, ഈ ഉമ്മൻചാണ്ടി എന്ന് 1 വയസ്സുള്ള കുഞ്ഞിനും 90 വയസ്സുള്ള അപ്പൂപ്പനും വിളിക്കാം. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അത് ഞാൻ പിന്നെ പേപ്പറിൽ എഴുതി ആരും ഒപ്പിടത്തില്ല. ബഹുമാനപ്പെട്ടത് ചേർക്കണമെന്ന് പേപ്പറിൽ എഴുതി ഒപ്പിടത്തില്ല മനുഷ്യൻ. രാഹുൽ, അത് എനിക്ക് അതിശയം ഉണ്ടായി. കാര്യം തിരുവനന്തപുരത്ത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ നിരവധി കാര്യങ്ങളുമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ എന്നെ ബഹുമാനപൂർവ്വം വിളിക്കണമെന്ന് ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ പറച്ചിലല്ല, അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്ത് പറയുന്ന ആ ഉദ്യോഗസ്ഥർ ഇത് പറയുമ്പോ ഇപ്പുറത്തിരുന്നോണ്ട് അത് പറ്റില്ല. ഇപ്പൊ ഞാൻ ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടിരിക്കുകയാണ്. എന്റെ ഒരു ജനറൽ മാനേജർ വന്ന് പറയണേ, നാളെ മുതൽ ചേട്ടൻ ക്ഷമിക്കണം, മാനേജിംഗ് ഡയറക്ടർ വരുമ്പോൾ എല്ലാവരും എഴുതിട്ട് ഒന്ന് സല്യൂട്ട് ചെയ്യണം. അപ്പൊ ജനറൽ മാനേജർ പറഞ്ഞതും പറഞ്ഞാൽ ഞാനത് മേടിക്കാൻ നിൽക്കും. അത് പറയില്ല അദ്ദേഹം. അപ്പൊ അവിടെയാണ് പ്രശ്നം. അവിടെ പറയില്ല. കാരണം പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു വന്നെന്ന് പറഞ്ഞ ആളാണ്. ഊരി പിടിച്ച വാള് ഒടിഞ്ഞായിരുന്നു ഇങ്ങനെ അറ്റത്ത്. അത് പോട്ടെ ചേട്ടാ, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ചേട്ടന്റെ വിഷയങ്ങളിലേക്ക്. MK മുനീർ ഒരു എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയില്ല? വേലായുധൻ ചേട്ടന്റെ പശുവിനെ ഇപ്പുറത്ത് നിന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോകാൻ 6 കിലോമീറ്റർ നടക്കണം, അതുകൊണ്ട് ഈ പദ്ധതി പറ്റില്ല എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേര് CPM എന്നാ, ഇടതുപക്ഷം എന്നാ. ഇനി കുറച്ചു കാലം മുമ്പ് നമ്മുടെ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തെ മരുമ മന്ത്രി ഇതൊക്കെ പലരും വിളിക്കും, ഞാൻ വിളിക്കത്തില്ല, അദ്ദേഹം ഒരു പദ്ധതി ഇവിടെ വലിയ കാര്യത്തിൽ ഉദ്ഘാടനം ചെയ്തു. അതായത് എന്താണ്, കായലിൽ നിന്നൊരു സീപ്ലെയിൻ പറന്നുയർന്നു മൂന്നാറിലേക്ക്. അന്ന് പോയതാ, പിന്നെ അതിനെ തിരിച്ചു കണ്ടിട്ടില്ല. ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ നിന്ന് ഉയർന്നു പോയപ്പോൾ ഇവർ പറഞ്ഞെന്താണെന്നറിയാമോ? അഷ്ടമുടിക്കായലിലെ കരിമീനുകൾക്ക് പ്രജനനം നടത്താൻ പറ്റത്തില്ല, അതിലേക്ക് ഒരു ബോട്ട് ഓടിച്ചാൽ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേര് CPM എന്ന, CATU എന്ന, LDF എന്ന. ഇവിടുത്തെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പല വികസന പ്രവർത്തനങ്ങൾക്കും തുരങ്കം വെച്ചിട്ട് ഇപ്പോ NDAയുടെ നേതൃത്വത്തിൽ, NDAയുടെ വോട്ട് ബാങ്ക് ലക്ഷ്യത്തിൽ ഇവിടെ രാജ്യമെമ്പാടും, കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഒരു നാഷണൽ ഹൈവേ വികസനം വരുമ്പോ ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാതെ ആരുടെ ഔദാര്യമൊന്നുമല്ല. പണ്ട് നോക്കൂ, അന്ന് നടന്നില്ല. ആരാ നടത്താനേ? അന്ന് ചെങ്കൊടി കുത്തി കൊടിയുടെ കളർ ചുവപ്പാന്നേ. അന്ന് തടസ്സം നിന്ന പ്രസ്ഥാനത്തിന്റെ പേര് CPM എന്നാണെന്നേ. അതിന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. പിന്നീട് അതിന്റെ ലെവലിൽ മുഖ്യമന്ത്രിയാളാ. ഇവര് മുടക്കി. അപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ BJP-ക്കാർ വലിയ അഭിമാനത്തോടെ പറയാറുണ്ട്, 10-12 വർഷമായിട്ട് ഈ നാട്ടിൽ
എന്തെങ്കിലും വർഗീയ കലാപങ്ങൾ നടക്കുന്നുണ്ടോ? അവർ വലിയ കാര്യത്തിൽ പറയുന്ന എന്താ നടക്കാത്ത, ഇവരാ ഭരിക്കുന്നത്, ഇവരെ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഈ പറയപ്പെടുന്ന സിയാലിന്റെ എയർപോർട്ട് അവിടെ വന്നപ്പോ എന്റെ നെഞ്ചത്തൂടെ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഉയർന്നു പൊങ്ങും എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് ശർമ്മ, സഖാവ് ശർമ്മ. ആ പുള്ളി പിന്നെ സിയാലിന്റെ ആരായി എന്നുള്ളത് ചരിത്രമാണ്. ഞാൻ സഖാവ് ശർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചരിത്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ നിന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഗോൾഡൻ ഞാൻ തർക്കിക്കാനല്ല രോഹിത്. ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ കണ്ണുടച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതൊന്നുമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന 10 വർഷം ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, രോഹിത് പറഞ്ഞ ഒരുപാട് പോയിന്റ്സിനോട് എനിക്ക് അനുകൂലമുണ്ട്. എന്നാൽ ഒരു കാര്യം പറയാതെ പോകാൻ കേട്ടോ, 5 വർഷക്കാലങ്ങൾ, ആദ്യത്തെ 5 വർഷക്കാലങ്ങൾ നിപ്പ, കോവിഡ്, 1ാം പ്രളയം, 2ാം പ്രളയം, MM മണി സ്പോൺസേർഡ്, ഈ 4 വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി. അത് സമയത്ത് കഴിഞ്ഞിട്ട് മറ്റേ പുള്ളി ഒരു പാവയ്ക്ക പൊക്കി പിടിച്ചോണ്ടിരുന്ന പടം ഉണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ? പിണറായി വിജയൻ ഒറ്റയ്ക്ക് എടാ ആ പാവയ്ക്കയുടെ അറ്റത്ത് ആകെ ശൈലജ ടീച്ചറിനെയും അല്ലെങ്കിൽ 5 വർഷ കാലഘട്ടം 1ാം പിണറായി സർക്കാരിനെ 2ാം പിണറായി സർക്കാരിലേക്ക് നയിച്ച 2 ഫാക്ടറുകളാണ്. ഒന്ന് തോമസ് ഐസക്കിന്റെ കിഫ്ബി പദ്ധതി. കേരളത്തിലെമ്പാടും വികസന പെരുമഴ പെയ്യിക്കാൻ അതിന് സാധിച്ചു. അതിന്റെ ടെക്നോളജിപരമായ ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ സംസ്ഥാനത്തുണ്ട്. അത് പ്രതിപക്ഷം കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. 2 എന്ന് പറയുന്നത് KK ശൈലജയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖല നടത്തിയ കോർഡിനേഷൻ. അത് KK ശൈലജയുടെ മികവല്ല. ആ സമയത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിരുന്നാലും മുഖ്യമന്ത്രി ആയിരുന്നാലും അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം എന്താണെന്നറിയോ? ഇല്ല, കണ്ടിച്ചാലും ഞാൻ പറയും ആരെഴുതാലും ഇത് സംസ്ഥാനം അത്രയും ഒരു അന്ന് രാഷ്ട്രീയം നോക്കി ഇവിടെ ആരെങ്കിലും ആ സമയത്ത് അതിനുശേഷം ഇവിടെ ആക്രി അതിനല്ല. ഇവിടുത്തെ BJP കാരണം, ഇവിടുത്തെ കോൺഗ്രസ് കാരണം, ഇവിടുത്തെ DYFI കാരണം, ഇവിടുത്തെ CPI കാരണം, ഇവിടുത്തെ RSP കാരണം, ഇവിടുത്തെ CMP കാരണം, ഇവിടുത്തെ മുസ്ലിം ലീഗ് കാരണം, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി കാരണം, ഇവിടുത്തെ PDP കാരണം, ഇവിടുത്തെ RSS കാരണം, അങ്ങനെ തുടങ്ങി എല്ലാ പാർട്ടിക്കാരും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് നാട്ടിലുണ്ടായ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നിന്നൊരു കാലഘട്ടമാണ്. വെട്ടിയ കഥകളൊക്കെ നമുക്കറിയാം. അത് രണ്ടാമത്തെ അതൊക്കെ ഇതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ്. പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തല്ല ഞാൻ പറയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും KK ശൈലജയ്ക്ക് ടീച്ചർ അമ്മ എന്നൊരു പേര് കിട്ടി. ശൈലജ ടീച്ചറിന്റെ പ്രവർത്തനം കൊണ്ട് തന്നെ അതില്ലാതെയാക്കി ടീച്ചർ. ഇല്ലാതെ പറയാൻ പറ്റത്തില്ല. പിന്നെ ശൈലജ ടീച്ചറെ പണിഞ്ഞ് രാഷ്ട്രീയ കേരളത്തിൽ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം ഈ പറയപ്പെടുന്ന CPM-ന്റെ ഔദ്യോഗിക കേന്ദ്രത്തിലുണ്ടായിരുന്നു. അവരെ 2ാം ഘട്ടം മന്ത്രിയാക്കുന്നില്ല. പകരം സഭയുടെ സ്ഥാനാർത്ഥിയായി വരുന്ന മാധ്യമ പ്രവർത്തകയായിരുന്ന നമ്മുടെ ചേച്ചിയെ കൊണ്ടുവന്ന് അവിടെ വീണ ജോർജിനെ കൊണ്ടുവന്ന് മന്ത്രിയാക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾ ഇവിടെ എന്താ സംഭവിച്ചത്? മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു. കാസർഗോഡ് 2 മെഡിക്കൽ കോളേജുകൾക്ക് തീ പിടിക്കുന്നു. കൊട്ടാരക്കരയിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചുമയുമായി വന്ന ആൾക്ക് ഫിനോയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുടിച്ചോളാൻ പറയുന്നു. ആ ചേട്ടൻ മരണപ്പെടുന്നു. കൊല്ലത്ത് ചവറയിൽ നിന്ന് സുജിത്ത് വിജയൻപിള്ളയുടെ മണ്ഡലത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയാൽ ചികിത്സ കിട്ടാതെ മരിക്കുന്നു. CPR കൊടുക്കാതെ ഒരു 37 വയസ്സുകാരൻ അറ്റാക്ക് വന്ന് മരിക്കുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നു. എന്തൊക്കെ സംഭവങ്ങളാണ് ആരോഗ്യ മേഖലയിൽ? ആ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പടമായി. തോമസ് ഐസക്കിനെ പിന്നെ പോലീസ് വകുപ്പ് പറഞ്ഞല്ലോ. അവിടെ പോട്ടെ, പട്ടാളക്കാരനെ കണ്ടാൽ ഓടിച്ചിട്ട് ഇടിക്കുക. അവർ എന്റർടൈൻമെന്റ് ഇതൊക്കെയാണ്. പിന്നെ പോട്ടെ, പോലീസ് വേറെ കാര്യം. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. പോലീസ് സ്റ്റേഷനിൽ വേറെ സംഭവം ഞാൻ പറയാം. പോലീസ് സ്റ്റേഷനിൽ ഈ പണ്ടിരുന്ന സഖാക്കന്മാർ അത്രയും വലിയ ഇടപെടലുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഹോം ഡിപ്പാർട്ട്മെന്റിൽ. അതായത് പോലീസ് സ്റ്റേഷനിലൊക്കെ ഇച്ചിരി സ്വാതന്ത്ര്യമൊക്കെ പോലീസുകാർക്ക്. പിന്നെ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്ന പറയുന്നത് അവിടെ പച്ചലൈറ്റും ഉണ്ട്. എന്തിനും ഒരു പച്ചലൈറ്റ് ഒരു കാവ്യവൽക്കരണം ഇട്ട് കൊടുത്താൽ കോൺഗ്രസ് ഇപ്പൊ ഒരു യുഗം ഉണ്ടാക്കാൻ പോകുക. കോൺഗ്രസ് നേതൃത്വത്തിൽ ശരി, നമുക്ക് നോക്കാം. ഓരോ തെരഞ്ഞെടുപ്പ്. പക്ഷെ ഞാനൊരിക്കലും ഗോവിന്ദൻ ചെയ്യുന്നതോ ഗോവിന്ദൻ പറയുന്നതിനോ മെഴുകി വാരാൻ ഞാൻ തയ്യാറല്ല. ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ രോഹിത് ഞാൻ പറയാം. ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള എതിർപ്പ് വോട്ടായി മാറാനുള്ള ആന്റി ഇൻകംബൻസി അതിനേക്കാളും ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ബഹുമാനപ്പെട്ട പദത്തിനെ കുറിച്ച് പറഞ്ഞു. രോഹിത് ഈ പറയുന്ന ഇപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മുതലാളി ആണ് എന്ന രീതി നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ വന്നാലേ നമ്മുടെ എല്ലാവരും നിങ്ങളോടുള്ള അടുപ്പം കാണിക്കും. അതിന് ഞാൻ കാശ് മുടക്കി PR ചെയ്യണോ? എന്റെ പൈസ അതാണ് ഇവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാശ് മുടക്കി PR. ഇത് ആർക്കും മനസ്സിലാവുക. ഇപ്പൊ ഈ കാണുന്ന പിന്നെ ഇതെല്ലാം ഈ പറയുന്ന പോലെ മകൻ കിരൺ പുറത്തുനിന്ന് അധ്വാനിച്ച് അയച്ചു കൊടുക്കുന്നു. നമ്മൾ ഈ 2 യാത്രകളെ കുറിച്ച് പറയുമ്പോൾ സ്വർണ്ണക്കൊള്ളയായിരുന്നു ഈ യാത്രയുടെ തുടക്കത്തിൽ പറഞ്ഞു വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗവും പറയാതെയാണ് ഞാൻ പറയുന്നത്. 2 പക്ഷത്തെയും ചൂണ്ടിക്കൊണ്ട് ഇപ്പൊ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു, ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു. ഇതെല്ലാം വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് കേരളത്തിൽ. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആയിട്ട് പറയുന്നത്, അടൂർ പ്രകാശിനെ ഞാൻ കടകംപള്ളിയെ ചോദ്യം ചെയ്തു.
കടകംപള്ളി തീർച്ചയായിട്ടും കടകംപള്ളി ഇനിയും ചോദ്യം ഞാൻ ചെയ്യണം. പറയട്ടെ, കടകംപള്ളി അന്നത്തെ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന മന്ത്രിയാണ്, സ്വാഭാവികമായും ചോദ്യം. അദ്ദേഹം അറിയാതൊന്നും നടക്കില്ല. ഇനി പിന്നെ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ണിപ്പോറ്റിയുമായിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ, സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ പോയി നിൽക്കുന്ന കുറച്ച് ചിത്രങ്ങൾ പുറത്തു. അതെന്താ പറയാൻ പറ്റാത്ത? ഞാൻ ഇപ്പൊ അയ്യപ്പേട്ടനെ വിട്ടിരിക്കണം. എനിക്ക് പറയട്ടെ, നാളെ ഞാനോ അയ്യപ്പേട്ടനുമായിട്ട് ഒരു 10 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയ്യപ്പേട്ടൻ ഫേസ്ബുക്കിൽ ഇടും, സൂക്ഷിച്ചു വെക്കുന്നിരിക്കോ? ചേട്ടൻ എന്നെ അറിയോ? ഞാൻ എന്താ ചെയ്യുന്നത് ചേട്ടൻ അറിയോ? അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. കൂടെ കിടക്കുന്ന ഭാര്യയെ, കൂടെ കിടക്കുന്ന ഭർത്താവിനെ പോലും മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടം. പറയുന്നത് ശരിയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ സോണിയാഗാന്ധി എന്ന് പറയുന്ന ആ വ്യക്തി അത്രയും, നമ്മൾ ഡൽഹിയിൽ നമ്മൾ പോയി നോക്കുക, ഡൽഹിയിൽ പോയി ഇവരെ കാണാൻ പറ്റും, നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അവരുടെ കയ്യിൽ ഒരു ചരട് കിട്ടത്തക്ക രീതിയിലുള്ള സ്വാതന്ത്ര്യം വരെയുണ്ട്. അവിടെയാണ് പോയിന്റ്. ആ ചരട് വിശ്വാസങ്ങൾക്ക് മേൽ വീഴാത്ത ഒരു പ്രധാനമന്ത്രി ഈ നാട്ടിലില്ല. ഒരു കൂടെ ഉണ്ടായിരുന്ന സ്വർണം കൊണ്ടുപോയ ആണ് അവർ ഗ്യാങ്ങായിട്ട് ഉണ്ണിപ്പോറ്റി പോകുമ്പോൾ ഉണ്ണിപ്പോറ്റിയോട് 4 പേര് അങ്ങനെ അത്രയും ഗജ ഫ്രോഡുകളൊക്കെ കൊണ്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പോകുന്ന ആരായിട്ടാ? ശബരിമലയിൽ പ്രദാനം ചെയ്യുന്ന തിരുമേനി, ശബരിമലയിലെ കീശാന്തി ആയിരുന്ന, കീശാന്തിയുടെ സഹായം ശബരിമലയിലെ സ്പോൺസർ ആയിട്ടിരിക്കുന്ന, ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും ഈസിയായിട്ട് പറയുന്നതല്ല. വിശ്വാസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ നിരീശ്വരവാദിയായ ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ, കേരളത്തിലെ നിരീശ്വരവാദി, മലയാളികളൊക്കെ എല്ലാ ദിവസവും കാണുന്ന ഒരു ഫേസ്ബുക്ക് കമന്റാണ് ഈ പുള്ളി വരെ എങ്ങനെ നിരീശ്വരവാദിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ജോത്സ്യനോട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞേ, പുള്ളി ഭർത്താവ് ഭാര്യയും കൂടെ വീട്ടിൽ വരും. കബഡി ആയിരുന്നു ഇയാൾക്ക് നിരീശ്വരവാദിയാ. ഭാര്യ വന്ന് നോക്കിയിട്ട് പുള്ളി കാർ കയറി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞത് അയാളെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ ഒരു ഘടകമാണ് ഞാൻ പറയുന്നത്. ഈ മനുഷ്യനെ ഒന്ന് കാണാൻ ബാക്കിയുള്ളവരുടെ കാത്തിരിക്കുമ്പോഴാണ് ജോത്സ്യന്റെ വീട്ടിൽ മുന്നിൽ വന്ന് കാത്തിരിക്കും പുള്ളി. തീർച്ചയായിട്ടും. അപ്പൊ സോണിയാഗാന്ധി ആയാലും, സോണിയാഗാന്ധി നമുക്കറിയാം രോഗാവസ്ഥയിലായിരുന്നു, രാഷ്ട്രീയപരമായ ഒരുപാട് കുറച്ച് മാറി നിൽക്കുക, രാഷ്ട്രീയപരമായി കുറെ തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്താൽ, ഇപ്പൊ ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശൻ ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കോൺഗ്രസ് പറഞ്ഞു ശബരിമലയിലെ തിരുമേനി വിളിച്ചൊരു ചാടും കത്തിച്ചൊരു പൂജ നടത്തിയ സംഭവം സൂപ്പർ ചെയ്തിട്ടുണ്ടാവും, ആ വഴി ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിനെ അങ്ങനെ ഈസി ആയിട്ട് കളയാൻ പറ്റില്ല. ഈസി ആയിട്ട് ഞാൻ കളയുന്നില്ല എന്ന് വിചാരിച്ച സോണിയാഗാന്ധി ശബരിമല എന്ന് വെച്ചാൽ അടൂർ പ്രകാശ് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു. അടൂർ പ്രകാശിന് എന്താണ് വിഷയം നമുക്ക് മാറ്റി നിർത്താം. കാര്യം അത് പൊളിറ്റിക്സ് തന്നെയാണ്. കാര്യം ഇനി നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, കടകംപള്ളി സുരേന്ദ്രനെ ഇനിയും ഒരിക്കൽ കൂടെ ചോദ്യം ചെയ്യണം. കാര്യം ഇതിനകത്ത് ഈ നമ്മൾ നേരത്തെ സംസാരിച്ചു വന്ന വിഷയത്തിലേക്ക് തന്നെ വരാം. ഈ 2 പാർട്ടിയും ഈ 2 യാത്രയും നടത്തുമ്പോൾ കോൺഗ്രസ് ഒരിക്കലും സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. കോൺഗ്രസ് ഇപ്പോഴും സ്വർണ്ണക്കള്ള ഉറച്ചു പറയുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യൂ, ആന്റോ ചോദ്യം ചെയ്യണമെങ്കിൽ ചോദിച്ചു. നിങ്ങൾ തെളിയിക്കുക എന്നാണ് ഞാൻ പറയട്ടെ. ഈ പറയപ്പെടുന്ന വി ഡി സതീശനാണ് ഈ ജാഥ നയിക്കുന്നത്. വി ഡി സതീശന്റെ ഒരു നിലപാട് ഞാൻ പറഞ്ഞുതരാം. വി ഡി സതീശനെതിരെ നിയമസഭയിൽ അദ്ദേഹം പരവൂരിൽ നടത്തിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉന്നയിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിജിലൻസിനെ കൊണ്ടോ CBI കൊണ്ടോ ഈ കേസ് അന്വേഷിക്കണം. ഈ കേസ് അന്വേഷിച്ചിട്ട് അവർ ഫയല് നിങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫയൽ 140 MLA-മാർക്ക് അയച്ചു കൊടുത്തിട്ട് പറയാം ഒരു മണ്ഡലത്തിൽ ഒരു വികസന പ്രവർത്തനം നടത്തേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുമെന്ന് നിയമസഭയിൽ പ്രസംഗിച്ച നേതാവിന്റെ പേരാണ് വി ഡി സതീശൻ. ഇതിനു മുമ്പ് ഇങ്ങനെ നിലപാടെടുത്ത മറ്റൊരു നേതാവ് കേരളത്തിലുണ്ട്. അയാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. സോളാർ വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ 3 ദിനരാത്രങ്ങൾ അപ്പി സമരം നടത്തിയപ്പോൾ, സഹകമർ അപ്പി സമരം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ആർക്കെതിരെയാണ് അന്വേഷണം? മുഖ്യമന്ത്രിക്കെതിരെ. കമ്മീഷനെ വെച്ചതാരാ? മുഖ്യമന്ത്രി. ജുഡീഷ്യൽ കമ്മീഷൻ വിളിച്ചു. 12 മണിക്കൂർ അദ്ദേഹം പോയിരുന്നു. 12 മണിക്കൂർ ഒരു സാധനം വരുന്നുണ്ട് നേഷൻ ഫെസ്റ്റിൽ. അതിൽ കൃത്യമായി അതിഥി പറയുന്നുണ്ട്, അതായത് ആ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്ത ഒരാളുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വരുന്നുണ്ട് നേഷൻ ഫെസ്റ്റിൽ. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ശിവരാജൻ കമ്മീഷന് കേൾക്കേണ്ടിയിരുന്നത് കുൽസിത കഥകൾ മാത്രമായിരുന്നു. അങ്ങനെ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ തെളിവുകൾ ഏതായാലും രോഹിത്, നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് വരാം. ഇപ്പൊ പുതുയുഗം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൽ പിടിച്ചത്. ഇതുവരെ കേരളം ഭരിക്കാത്തവരല്ല കോൺഗ്രസ്. അപ്പൊ ഒരു യുഗം വരും എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ചെറിയൊരു ആശ്ചര്യം ഉണ്ട്. വികസന മുന്നേറ്റ യാത്ര എന്ന് പറയുന്നതിനേക്കാൾ ഭേദമല്ലേ ഈ പുതിയ യാത്ര? വികസനം എനിക്ക് അതിലും പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന ബസ്സിൽ, KSRTC ബസ്സിലൊക്കെ തന്നെ ഓരോ പരസ്യമൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോ രോഹിത് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, PR എന്ന് പറയുന്നത്. PR കൺസൾട്ടൻസിയുടെ കൈകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിക്കുന്നത് ഇതെല്ലാം കാണിച്ചാൽ അദ്ദേഹത്തിന് ഭരണം തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢി സ്വർഗത്തിലാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചരിത്രം കൊണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ കാണിച്ച് കിറ്റ് കൊടുത്തപ്പോഴാണ് ഒന്നും സംഭവിക്കില്ല. ഞാൻ നിഷ്പക്ഷമായി, എനിക്ക് ഈ പറയുന്ന പോലെ പൂർണ്ണമായി ഖണ്ഡിക്കാൻ കഴിയില്ല, എങ്കിലും നിഷ്പക്ഷത്തിന്റെ ഒരു ഭാഗം എന്റെ ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ഞാനും തയ്യാറാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, പെൻഷന്റെ കാര്യം ഒന്ന് ഉദ്ധരിച്ചായിരുന്നു, അതൊന്ന് പറയണം. 2000 പരിപാടിയില്ല. ഇല്ല, 2000 രൂപയാണ് കേട്ടോ ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്നത്. 2000 രൂപ 2000 രൂപ ഈ 2000 രൂപ ഞാൻ ചേട്ടൻ്റെ ഇത്ര ഇപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങി എറണാകുളം നഗരത്തിൽ പോയി 2 നേരം നല്ല രീതിയിലൊന്ന് ആഹാരമൊക്കെ കഴിച്ച് ഒരു വണ്ടിയൊക്കെ വിളിച്ച് ഇങ്ങോട്ട് വാ, ബാക്കി എത്ര രൂപ കാണുമെന്ന് പറയണം. ചേട്ടന് എന്തെങ്കിലുമൊക്കെ അസുഖത്തിന് മരുന്നൊക്കെ മേടിക്കണോ? അത് ഞാൻ പറയുമ്പോൾ ഞാൻ പറയാം. അതായത് ഈ കാര്യം കൂടെ ഇത് പറഞ്ഞുകൊണ്ട് പറയാം. എന്റെ അച്ഛൻ KSRTC ജീവനക്കാരനായി. KSRTC അച്ഛൻ മരിച്ചുപോയി, 5 കൊല്ലം ആവാറായി. അപ്പൊ അച്ഛന് പെൻഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പെൻഷൻ കിട്ടിയിട്ട് വേണം അദ്ദേഹത്തിന്റെ മരുന്ന് കടയിലെ കാശ് കൊടുക്കാൻ. പോട്ടെ, അത് എന്റെ അച്ഛന്റെ കാര്യം. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ മക്കളോട് കൈനീട്ടാൻ മടിയുള്ള ഒരുപാട് മാതാപിതാക്കളുണ്ട്. 2000 രൂപ
അവർ അങ്ങനെ കൊണ്ട് ചെലവാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാലാനുസൃതമായ മാറ്റം ഇല്ല, ഇപ്പം ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി ബർമൂഡയിട്ട് ബനിയനും ഇട്ട് തൊപ്പിയും വെച്ച് കൊച്ചിയിൽ അങ്ങനെയൊന്നും പോകുന്ന അച്ഛന്മാരൊന്നും ഇല്ല. ചേട്ടാ 10 കൊല്ലം 2 മുമ്പുള്ള ദിവസമെങ്കിലും അവര് 3 ദിവസമെങ്കിലും അവര് ചേട്ടാ 10 കൊല്ലം മുമ്പുള്ള അവസ്ഥയല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ദിവസം എന്തായാലും എന്റെ പിതാവോ രോഹിതിന്റെ പിതാവോ അത്രത്തോളം 2000 ഒറ്റയടിക്ക് അടിച്ചു തീർത്ത് കളയില്ല. ഒരു മാസം എന്റെ കാര്യം ഞാൻ പറയാണ്, ജോലിയുടെ ആവശ്യമായിട്ടായാലും പേഴ്സണൽ ആവശ്യമായിട്ട് ഒരു മാസം പെട്രോൾ പമ്പിൽ മാത്രം ഞാൻ കൊടുക്കുന്നത് അതുണ്ടാവും. 1 അത് ലക്ഷം നമ്മുടെ രൂപ. ലൈഫ് സ്റ്റൈലാണ്. ഞാൻ പറയാണ്, അത് 10 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പെട്രോളിന് ഒരു മാസം വേണ്ടിയിരുന്നത് 50 രൂപ വെച്ച് ഡെയിലി ആയിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം 50 രൂപയുടെ പെട്രോൾ എന്റെ വണ്ടിക്ക് അടിച്ചാൽ മതി. 10 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഉത്തരവാദിത്വവും കാര്യങ്ങളും മാറി. പറഞ്ഞോട്ടെ 50 രൂപ വെച്ച് 30 ദിവസമായപ്പോൾ എത്ര രൂപയായി? 1500 രൂപ. ആ 1500 രൂപയിൽ നിന്നാണ് 1 ലക്ഷം രൂപ എന്ന് പറയുന്ന വർധനവ് 10 വർഷം കൊണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയേ, അപ്പൊ ഈ 2000 രൂപ മതിയാവും? അല്ല, ഞാൻ പറയാം, അതായത് നമ്മളൊരു കൂട്ടുകുടുംബത്തിൽ കഴിയുന്നത് വെക്കുക, അദ്ദേഹം റിട്ടയർ ചെയ്ത് അല്ലെങ്കിൽ അച്ഛന് ഈ സെക്യൂരിറ്റി പണിക്ക് വിടാൻ എന്തായാലും ആരും മനസാക്ഷിയുള്ള മക്കൾ സമ്മതിക്കത്തില്ല. അപ്പൊ അച്ഛന് വരുന്ന 2000 രൂപ നമ്മുടെ ചെലവിൽ 10,000 രൂപ കൊടുക്കണം ഞാൻ പറയുന്നത്. ഏതായാലും 10,000 രൂപയാക്കണം. ഏതായാലും വികസനം നടത്തി എന്ന് ഗോവിന്ദനും പിണറായിയും പറയുമ്പോൾ എന്താണ് വികസനം എന്ന് നമുക്ക് അവരുടെ കുംഭ വികസനം അല്ലെങ്കിൽ പോക്കറ്റ് വികസനം ഞാൻ പറഞ്ഞിട്ടെ, പണ്ട് മറ്റേ അടികൊണ്ട് പല കഴിക്കൂടെ നടന്ന സമയത്ത് ചാളമീനും ചോറും കഴിച്ചുകൊണ്ടിരുന്നവര് നെയ്മീൻ കഴിക്കുന്നതിലേക്ക് തീർച്ചയായിട്ടും അതാണ് അദ്ദേഹത്തിന്റെ മീൻ തീറ്റയെ കുറിച്ച് പറഞ്ഞത്. യൂണിഫോർമോ BJP കാരനോ അല്ല പറഞ്ഞത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഇതിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. നമുക്ക് അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ സംസാരിക്കാം. ആവേശത്തിൽ അങ്ങോട്ട് കയറി വാ.